നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ നിരവധി സാധാരണക്കാരായ പ്രവാസികളാണ് തൊഴിലെടുക്കുന്നത്. എന്നാൽ തൊഴിലുടമയുടെ പ്രവൃത്തിയിൽ പൊറുതിമുട്ടി കഴിയുന്നവരുടെ എണ്ണവും കുറവല്ല. എന്നാൽ പ്രവാസികളെ ചേർത്ത് നിർത്തി ഇതിനെല്ലാം തടയിടാനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സൗദി. മോശമായി പെരുമാറുക, എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം തൊഴിലുടമ കാണിക്കുക, തൊഴിലുടമ ശമ്പളം നൽകുന്നതിൽ കാലതാമസം വരുത്തുക എന്നിവയെല്ലാം ഇനി ചെയ്താൽ അത് നിയമലംഘനമായി കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ പ്രവാസികൾക്ക് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഏകീകൃത സംവിധാനത്തിലൂടെ അത് സംബന്ധിച്ച് പരാതി സമർപ്പിക്കാനാകും. പരാതി മന്ത്രാലയം പരിശോധിക്കുമെന്നും ട്വിറ്റർ വഴിയുള്ള ഒരാളുടെ അന്വേഷണത്തിന് മറുപടിയായി മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. അതുപോലെ വിവേചനത്തിന്റെ രൂപത്തിൽ ലംഘനം നടത്തിയാൽ തൊഴിലുടമയോട് പരാതിപ്പെടാൻ തൊഴിലാളിക്കും അവകാശമുണ്ട്. മാത്രമല്ല, തൊഴിലുടമ കയ്യേറ്റം ചെയ്യുകയോ വേതനം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്താൽ ഒരു മുന്നറിയിപ്പും നൽകാതെ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ ഉപേക്ഷിക്കാവുന്നതാണെന്ന് നേരത്തെ UAEയും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ കാലാവധി നിശ്ചയിച്ച കരാറുണ്ടെങ്കിലും അവകാശങ്ങൾ നിലനിർത്തി ചില സന്ദർഭങ്ങളിൽ ഗാർഹിക തൊഴിൽ വിടാം എന്നാണ് അധികൃതർ അറിയിച്ചത്. ഇരുവിഭാഗവും ഒപ്പുവെച്ച മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം അംഗീകരിച്ച തൊഴിൽ കരാറിലെ നിബന്ധനകൾ തൊഴിലുടമ നിഷേധിച്ചാലും ജോലി ഒഴിവാക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഏത് സാഹചര്യം കൊണ്ടാണ് ജോലി ഉപേക്ഷിക്കുന്നതെന്ന് 2 ആഴ്ചക്കകം തൊഴിലാളി രേഖാമൂലം മന്ത്രാലയത്തെ അറിയിച്ചിരിക്കണം എന്നാണ് വ്യവസ്ഥ. തൊഴിലാളികൾക്കെതിരെ ശാരീരിക മാനസിക പീഡനങ്ങൾ കടുത്ത നിയമലംഘനങ്ങളാണ്. കയ്യേറ്റം പോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉടൻ തന്നെ സർക്കാർ കേന്ദ്രങ്ങളിൽ അറിയിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളെ സമീപിക്കുകയും പുനരധിവാസം സാധ്യമാക്കുന്നതുവരെ അവിടെ തങ്ങുകയും വേണം. പുതിയ തൊഴിലുടമയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ ചെയ്യുന്നതുവരെ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളുമായി സഹകരിച്ചാണ് മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുക. തൊഴിലുടമ അകാരണമായി ജോലിക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ മടക്കയാത്ര, വിമാന ടിക്കറ്റും അനുബന്ധ തൊഴിൽ അവകാശങ്ങളും റിക്രൂട്ടിംഗ് ഏജൻസി നൽകണം. നിയമനം തൊഴിലുടമ നേരിട്ട് നടത്തിയതാണെങ്കിൽ മടക്കയാത്ര ടിക്കറ്റ് തൊഴിലാളി കണ്ടെത്തേണ്ടി വരും. സ്വദേശത്തേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് ചെലവ് വഹിക്കാൻ തൊഴിലാളിക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഉത്തരവാദിത്വം തൊഴിലുടമയ്ക്കാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഗാർഹിക തൊഴിലാളികളെ താൽക്കാലികമായോ സ്ഥിര ജോലിക്കോ നിയമിക്കുന്നവർ അവർക്കിടയിൽ ജാതി, മതവർഗ, ദേശ, സാമൂഹ്യ വിവേചനങ്ങൾ കാണിക്കാൻ പാടില്ലെന്നാണ് UAE തൊഴിൽ നിയമത്തിൽ പറയുന്നത്. വ്യക്തികൾക്കിടയിലെ ശാരീരിക വൈകല്യങ്ങളുടെ പേരിലും വിവേചനം പാടില്ല. ജോലി തുടരുന്നതിനും അതിലെ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. തുല്യ അവസരങ്ങളും സമത്വവും ഹനിക്കുന്ന ഒരു ഇടപെടലും തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും പാടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തിയാലോ അവഹേളിക്കുക, ലൈംഗിക അതിക്രമം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ തുടങ്ങി മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരുന്നതൊന്നും അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്തായാലും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് UAEയും സൗദിയും വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.